ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മമാണ് തുടർന്ന്. ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മത്തിൽ കർത്തൃപ്രാർത്ഥനയുടെ ആമുഖം, കർത്തൃപ്രാർത്ഥന, മുക്തിപ്രാർത്ഥന, മുക്തിപ്രാർത്ഥനയ്ക്കുള്ള പ്രത്യുത്തരം, സമാധാന കർമ്മം, അപ്പം മുറിക്കൽ കർമ്മം, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന ലിറ്റനി, ദിവ്യകാരുണ്യ സ്വീകരണം, ദിവ്യകാരുണ്യ പ്രഭണിതം, ശുചിയാക്കലും വ്യക്തിഗത പ്രാർത്ഥനയും, നിശബ്ദത, ദിവ്യഭോജനാനന്തര പ്രാർത്ഥന എന്നിവ ഉൾക്കൊള്ളുന്നു. കർത്തൃപ്രാർത്ഥന സ്തോത്രയാഗ കർമ്മത്തെയും ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മത്തെയും കൂട്ടിച്ചേർക്കുന്ന കണ്ണിയാണ് കർത്തൃപ്രാർത്ഥന. സ്തോത്രയാഗ കർമ്മത്തിന് ശേഷം കർത്തൃപ്രാർത്ഥനയ്ക്കുള്ള ആമുഖം പുരോഹിതൻ ചൊല്ലുന്നു. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായി ദിവ്യോപദേശത്താരൂപവൽകൃതരായും നമുക്കൊന്ന് ചേർന്ന് സ്വർഗപിതാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. എല്ലാവരും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ. കർത്തൃപ്രാർത്ഥനയുടെ ഈ ആദ്യ ഭാഗത്തെ അഭ്യർത്ഥനകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ളതാണ്. മുക്തിപ്രാർത്ഥന കർത്തൃപ്രാർത്ഥനയുടെ വിപുലീകരണമായും വിശുദ്ധീകരണമായും ഉപസംഹാരമായും ഇതിനെ കണക്കാക്കപ്പെടുന്നു. പുരോഹിതൻ അധ്യക്ഷ പ്രാർത്ഥനയിൽ എന്ന പോലെ കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. സമാധാന ആശംസ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ജനന മരണ ഉത്ഥാനത്തിന്റെ ഫലമാണ് യഥാർത്ഥ സമാധാനം. ക്രിസ്തുവിന്റെ ജനന സമയത്ത് മാലാഖമാരും പീഡാസഹനത്തിനു മുമ്പും ഉത്ഥിതനായ ശേഷവുമുള്ള പ്രത്യക്ഷപ്പെടലിന്റെ അവസരങ്ങളിൽ ഈശോ ആശംസിച്ചതും സമാധാനമാണ്. ക്രിസ്തുവിന്റെ ഈ സമാധാനമാണ് പുരോഹിതൻ ബലിയർപ്പണ നിമിഷ ജനത്തിന് നൽകുന്നതും പരസ്പരം നൽകുവാൻ ആഹ്വാനം ചെയ്യുന്നതും. അപ്പോൾ ജനമെല്ലാം കരങ്ങൾ കൂപ്പി പുഞ്ചിരിയോടുകൂടി ഇരുവശങ്ങളിലും ഉള്ളവർക്ക് സമാധാന ആശംസകൾ അറിയിക്കുന്നു. തുടർന്ന് അപ്പം മുറിക്കൽ. വൈദികൻ തിരുവോസ്ത് മുറിക്കുമ്പോൾ ക്രിസ്തു സ്വയം മുറിഞ്ഞ് ശൂന്യനായി ദൈവവും മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനം സാധ്യമാക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ക്രിസ്തു ഓരോ ചെറിയ അംശത്തിലും പരിപൂർണമായും സന്നിഹിതനാണെന്നാണ്. അതുപോലെ ഉത്ഥിതനായവനിൽ നമുക്കും പങ്കു ലഭിക്കുന്നു. പുരോഹിതൻ തിരുശരീരത്തിൻ്റെ ഒരു ഭാഗം കാസായിൽ നിക്ഷേപിക്കുന്നു. ഇത് ശരീരവും രക്തവും സംയോജിപ്പിച്ച് ക്രിസ്തു ഉത്ഥാനം പ്രാപിച്ചതിൻ്റെ പ്രതീകമാണ്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും സമ്മേളിക്കുന്നതിൻ്റെ പ്രതീകം കൂടിയാണിത്. പുരോഹിതൻ തിരുശരീരം തിരുരക്തത്തിൽ കലർത്തുകയും അത് സ്വീകരിക്കുന്നവർക്ക് നിത്യായുസ്സ് ലഭിക്കട്ടെ എന്ന് വ്യക്തിപരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ എന്ന ലിറ്റനി ദൈവജനം പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പുരോഹിതൻ തിരുവോസ്ത് ഉയർത്തി കാണിക്കുന്നു. ഇത് ആരാധനയ്ക്ക് വേണ്ടിയല്ല, പ്രത്യുത ബലിവസ്തുവായി തീർന്ന ദിവ്യകുഞ്ഞാടായ ക്രിസ്തുവിനെ ജനങ്ങൾ അപ്പത്തിൻ്റെ രൂപത്തിൽ കാണുന്നതിനും സ്വീകരിക്കുന്നതിനും വേണ്ടിയാണ്. തിരുവോസ്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന പ്രാർത്ഥന പുരോഹിതൻ ഉയർത്തുന്നു. അപ്പോൾ ദൈവജനം, കർത്താവെ, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും എന്ന സുവിശേഷത്തിലെ ശതാധിപൻ്റെ എളിമയോടെ ഉള്ള ആ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എളിമയോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കമാണ് ഇവിടെ വിശ്വാസികൾ പ്രകടിപ്പിക്കുന്നത്. ദിവ്യകാരുണ്യ സ്വീകരണം. ദിവ്യകാരുണ്യ സ്വീകരണം
സമൂഹം പരിശുദ്ധ ത്രിത്വത്തോട് ഒന്നായിത്തീരുന്ന നിമിഷമാണ്. നമ്മൾ ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും ഈ നിമിഷം പങ്കുചേരുന്നു, ഒന്നാകുന്നു. ആദ്യം പുരോഹിതൻ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു. തുടർന്ന് ദിവ്യകാരുണ്യവുമായി വിശ്വാസികളെ സമീപിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതൻ ദിവ്യകാരുണ്യം ഉയർത്തി ദൈവജനത്തിൻ്റെ നാവുകളിൽ കൊടുക്കുന്നു. അപ്പോൾ സ്വീകരിക്കുന്നയാൾ ആമേൻ എന്ന് പ്രത്യുത്തരിക്കുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്യുന്നു. ശുചിയാക്കലും വ്യക്തിഗത പ്രാർത്ഥനയും കാസ, ദിവ്യകാരുണ്യ സ്വീകരണ തളിക തുടങ്ങിയവയുടെ ശുചിയാക്കൽ കർമ്മം നിർവഹിക്കുമ്പോൾ പുരോഹിതൻ വ്യക്തിഗത പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. കർത്താവേ, ഞങ്ങൾ അധരങ്ങളാൽ സ്വീകരിച്ചത് നിർമ്മല മനസ്സോടെ ഉൾക്കൊള്ളാനും ഞങ്ങൾക്കത് ഭൗതിക ദാനത്തിൽ നിന്നും നിത്യമായ ഔഷധമായി ഭവിക്കുവാനും ഇടയാകട്ടെ എന്ന ചൈതന്യമാണ് ഈ പ്രാർത്ഥനയിൽ നിറയുന്നത്. പരിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിന് ശേഷം കാർമ്മികനും വിശ്വാസികളും അല്പനേരം മൗനമായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദിവ്യഭോജനാനന്തര പ്രാർത്ഥനയാണ്. പുരോഹിതൻ കരങ്ങൾ വിരിച്ച് ദിവ്യഭോജന പ്രാർത്ഥന ചൊല്ലുന്നു. അപ്പോൾ ദൈവജനം എഴുന്നേറ്റ് നിൽക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യബലിയിലെ അവസാനത്തെ ഈ പ്രാർത്ഥനയിൽ വിശ്വാസികൾ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ക്രിസ്തു സാക്ഷികളായി ജീവിച്ച് നിത്യജീവന് അർഹരായി തീരാനുള്ള കൃപ ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സമാപന കർമ്മങ്ങൾ. ദിവ്യബലിയുടെ അവസാന ഭാഗമായ സമാപന കർമ്മങ്ങളിൽ അറിയിപ്പുകൾ, സമാപന ആശീർവാദം, വിട നൽകൽ, നിഷ്ക്രമണ പ്രദക്ഷിണം എന്നിവ ഉൾപ്പെടുന്നു. അറിയിപ്പുകൾ. തിരുസഭാ സമൂഹത്തിൻ്റെ സമഗ്രമായ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ അറിയിപ്പുകൾ പുരോഹിതനോ നിയുക്ത വ്യക്തിയോ ഈ സമയം നൽകുന്നു. സമാപന ആശീർവാദം. സമാപന ആശീർവാദത്തിന് അഭിസംബോധന, പ്രത്യുത്തരം, ആശീർവാദം എന്നീ കൊച്ചു ഘടകങ്ങളാണ് ഉള്ളത്. വിവിധ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവപ്പെടുന്നതിനു വേണ്ടി പുരോഹിതൻ കരങ്ങൾ വിരിച്ച് ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. തുടർന്ന് പുരോഹിതൻ വലതുകരം ഉയർത്തി വിശ്വാസികളുടെ മേൽ കുരിശടയാളം വരച്ചുകൊണ്ട് അവരെ ആശീർവദിക്കുന്നു. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ എന്ന് ജനം കുരിശടയാളം വരച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് പ്രത്യുത്തരിക്കുന്നു. വിട നൽകൽ. സ്വർഗാരോപണത്തിനു മുമ്പ് ക്രിസ്തു ശിഷ്യരെ ആശീർവദിച്ചതിൻ്റെ പ്രതീകമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ശക്തിപ്പെട്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ ആരാധനാ സമൂഹം വിളിക്കപ്പെടുകയും അയക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കുർബാന കഴിഞ്ഞ് ഈശോയോടൊപ്പം പോകുന്നു. പ്രവൃത്തികളിലൂടെ ജീവിതത്തിലും ഈശോയുമായി ജീവിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെടുന്നവരായി മാറുന്നു. ഈ സമയം ഗായിക സംഘം മരിയ ഗീതി ആലപിക്കുന്നു. കാർമ്മികൻ അൾത്താരെ ചുംബിക്കുകയും ശുശ്രൂഷികളോടൊപ്പം അൾത്താരെ വണങ്ങി പ്രദക്ഷിണമായി സങ്കീർത്തിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു.